എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 6 അവസാന ഭാഗമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടു. ആദ്യത്തെ 38 ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും പ്രജാപതിമാരും ചേർന്ന് കൈലാസത്തിലേക്ക് ഭഗവാനെ സമാധാനിപ്പിക്കാൻ സംതൃപ്തനാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ പോകുന്ന വഴി കണ്ട കൈലാസം, ആ കൈലാസ വർണ്ണന നമ്മൾ കണ്ടു. അതായത് അളകാപുരി നഗരം, സൗഗന്ധിക വനം, അളകനന്ദ നദികൾ, ഇതൊക്കെ കണ്ടങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോൾ അകലെയായിട്ട് 100 യോജന ഉയരവും 75 യോജന വീതി വരുന്ന രീതിയിൽ ശിഖിരങ്ങളോടും കൂടി നിൽക്കുന്ന വലിയൊരു വടവൃക്ഷം കണ്ടു. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മഹാദേവനെയും കാണുകയാണ്. ഒരു ഗുരുസ്ഥാനത്ത് ഒരല്പം പോലും, ഇവരൊക്കെ ഇങ്ങനെ ഉള്ളിൽ സംസാരിക്കാൻ പോലും പേടിയാണ്, ഭയങ്കര കോപിഷ്ഠനാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ മഹാദേവനെയല്ല, മുഖത്തൊരല്പം പോലും കോപമില്ലാതെ നാരദ മഹർഷി സനകാദി മഹർഷിമാർക്ക് ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആ ഒരു ഗുരുസ്ഥാനത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാവത്തിലായിരുന്നു അവർ ചെല്ലുമ്പോൾ ഭഗവാനെ കണ്ടത്. അപ്പോൾ അവർ കണ്ടപ്പോൾ ഭഗവാൻ ഇരുന്നിരുന്നത് വലത്തെ തുടമേൽ ഇടത്തെ പാദം കയറ്റിവെച്ച് ഇടത് കാൽമുട്ടിന്മേൽ കൈവെച്ച് ഒരു കൈയിൽ ജ്ഞാനമുദ്രയും മറ്റേ കൈയിൽ അക്ഷമാലയും പിടിച്ച് അവർക്ക് ആ ജ്ഞാനത്തെ, ആത്മതത്വത്തെ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുന്നു ആയിട്ടാണ് കാണുന്നത്. ഇനി ഇന്ന് നമ്മൾ 39ാമത്തെ ശ്ലോകം കാണുന്നു. തം ബ്രഹ്മനിർവാണ സമാധിം ആശ്രിതം വ്യുപാശ്രിതം ഗിരീശം യോഗകക്ഷാം സലോകപാല മുനയഃ മനൂനാം ആദ്യം മനും പ്രാജ്ഞലയഃ പ്രണേമുഹു. അതായത് തം, ആ മഹാദേവനെ എങ്ങനെയുള്ളത് എന്നാണ് അടുത്തത് പറയുന്നത്. ബ്രഹ്മ നിർവാണ സമാധിം ആശ്രിതം, അതായത് തപസ്സിലൂടെ സമാധി അവസ്ഥയെ പ്രാപിച്ച് ആ ബ്രഹ്മാനന്ദത്തിൽ ആശ്രിതം എന്ന് വെച്ചാൽ മുഴുകി ഇങ്ങനെ ഇരിക്കുന്ന, അതോടൊപ്പം യോഗകക്ഷാം വ്യുപാശ്രിതം, യോഗകക്ഷാം എന്ന് വെച്ചാൽ ഒരു യോഗത്തിൻ്റെ, അതല്ലാതെ യോഗാവസ്ഥയിൽ എത്തിയ ആൾ ധരിക്കുന്ന വസ്ത്രം. അതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഇടത് കാൽമുട്ട് കുടുക്കുള്ള ഒരു വസ്ത്രത്തിൽ ദൃഢമായി ഉറപ്പിച്ചെന്ന്. അതാണ് ഇവിടെ അർത്ഥം പറയുന്നത്. ഇടത് കാൽമുട്ടിന്മേ ആ മുട്ടിൽ ഒരു വസ്ത്രം ദൃഢമായി, കുടുക്കുള്ള ഒരു വസ്ത്രം ദൃഢമായി ഉറപ്പിക്കുക, അതാണ് യോഗ പട്ടം എന്ന് പറയുന്നത്. അത് ധരിച്ച് തം ഗിരീശം ഇരിക്കുന്ന ആ മഹാദേവനെ സലോകപാല, എല്ലാ ലോകപാലന്മാരും പാലകന്മാരായ ദേവന്മാരും മുനയഃ മഹർഷിമാരും മനൂനാം ആദ്യം എന്ന് വെച്ചാൽ മനു എന്ന് വെച്ചാൽ മനനം ചെയ്യാൻ കഴിവുള്ള മഹർഷിമാരിൽ ആദ്യം എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് മുഖ്യനായിട്ടുള്ള ആളാണ് മഹാദേവൻ. അപ്പോൾ മനനം ചെയ്യാൻ കഴിവുള്ള മഹർഷിമാരിൽ തന്നെ മുഖ്യനായ മഹാദേവനെ സകല ലോകപാലകന്മാരായ ദേവന്മാരും ഋഷിമാരും അവിടെ എത്തിയവരെല്ലാവരും പ്രാഞ്ജലയഃ പ്രണേമോ, കൈകൾ കൂപ്പി നമസ്കരിച്ചു എന്ന്. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ആ സമാധിയിലെത്തി ബ്രഹ്മാനന്ദത്തിൽ ഇങ്ങനെ മുഴുകി ആ ഒരു യോഗപ്പട്ട ധരിച്ച് വസ്ത്രം ധരിച്ച് ഇരിക്കുന്ന മഹർഷിമാരിൽ തന്നെ മുഖ്യനായിട്ടുള്ള മഹാദേവനെ കണ്ടപ്പോൾ അവിടേക്ക് ചെന്ന ദേവന്മാരും അതുപോലെ മഹർഷിമാരും എല്ലാവരും കൈകൾ കൂപ്പി ഭഗവാനെ നമസ്കരിച്ചു. ശ്ലോകം 40. സാത്തു ഉപലഭ്യ ആഗതം ആത്മയോനിം അസുര ഈശ്വര അഭിവന്ദിതാം അംഗ്രി ഉത്തായ ചക്രേ ശിരസ അഭിവന്ദനം അഹർത്തമഹ
അർഹത്തമഃ കസ്യ യഥാ ഏവ വിഷ്ണുഃ സതു ആ മഹാദേവൻ ഉപലഭ്യ കണ്ടുന്ന് ആഗതം എന്ന് വെച്ചാൽ വന്നിരിക്കുന്ന തന്നെ കാണാൻ വന്നിരിക്കുന്ന ആത്മയോനിയും, അതായത് ആ ബ്രഹ്മാവിനെ. അപ്പോൾ തന്നെ കാണാൻ വന്ന ബ്രഹ്മദേവനെ കണ്ട മഹാദേവൻ അസുര ഈശ്വര അഭിവന്ദിതാം അംഗ്രി, സുരന്മാരുടെയും അസുരന്മാരുടെയും ഈശ്വരൻ എന്ന് വെച്ചാൽ അവരുടെയൊക്കെ രാജാവായിരിക്കുന്നവർ പോലും, ശ്രേഷ്ഠരായിരിക്കുന്നവർ പോലും നമസ്കരിക്കുന്ന അംഗ്രി പാതാരവിന്ദങ്ങളോട് കൂടിയ ആ മഹാദേവൻ കേട്ടോ. അപ്പൊ ദേവന്മാരുടെ മുഖ്യനും അതായത് രാജാവും അസുരന്മാരുടെ രാജാവും അവരുടെ ഗുരുക്കന്മാര് പോലും നമസ്കരിക്കുന്ന പാതാരവിന്ദങ്ങളോടുകൂടിയ ആ മഹാദേവൻ തന്നെ കാണാൻ വന്ന ബ്രഹ്മദേവനെ കണ്ടപ്പോൾ ഉത്തായ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ചക്രേ എന്ന് വെച്ചാൽ ചെയ്തു ശിരസാഭിവന്ദനം, ശിരസ് കുനിച്ച് ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്ന് മനസ്സിലായ. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയുകയാണ്. വിഷ്ണു, ആ മഹാവിഷ്ണു ഒരു അവതാരം എടുത്തു വന്ന അർഹത്തമഃ എന്ന് പറയുന്നത് വാമനമൂർത്തിയെ. അപ്പോൾ മഹാവിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ, അപ്പോൾ വാമനമൂർത്തിയായിട്ട് നിൽക്കുന്നത് മഹാവിഷ്ണുവാണ്. അങ്ങനെ അവതരിച്ചപ്പോൾ കസ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവായ കശ്യപ പ്രജാപതിയെ കണ്ടപ്പോൾ യഥാ ഏവ എപ്രകാരമാണോ വാമനമൂർത്തി നമസ്കരിച്ചത് അതേപോലെയാണ് മഹാദേവൻ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ നമസ്കരിച്ചതെന്ന്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തി തൻ്റെ പിതാവായ കശ്യപ പ്രജാപതിയെ കണ്ടപ്പോൾ യഥാ ഏവ എന്ന് വെച്ചാൽ എപ്രകാരമാണോ ശിരസ്സു കുനിച്ച് നമസ്കരിച്ചത്, അതായത് വാമനമൂർത്തി മഹാവിഷ്ണു ആണെങ്കിൽ പോലും ഇവിടെ പ്രജാപതിയായ കശ്യപ പ്രജാപതിയെ കണ്ടപ്പോൾ ഒരു രൂപത്തിലിരിക്കുമ്പോൾ പാലിക്കേണ്ടതായ ആ ഒരു മര്യാദ വാമനമൂർത്തി കാണിച്ചു, ശിരസ്സു കുനിച്ച് നമസ്കരിച്ചു. എന്നതുപോലെ തന്നെ മഹാദേവൻ പ്രജാപതിമാരുടെയും പതിയായ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ശിരസ്സു കുനിച്ച് ഉടൻ തന്നെ എഴുന്നേറ്റ് ശിരസ്സു കുനിച്ച് ബ്രഹ്മാവിനെ നമസ്കരിച്ചു. ശ്ലോകം 41. തഥാ അപരേ സിദ്ധഗണ മഹർഷിഭിഃ യേ വൈ സമന്താത് അനുനീലലോഹിതം നമസ്കൃതഃ പ്രാഹ ശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസൻ ഇവ ആത്മഭോ. തഥാ അതുപോലെ, അപ്പം മഹാദേവൻ നമസ്കരിച്ചപ്പോൾ അതുപോലെ തന്നെ അപരേ മറ്റുള്ളവരും സിദ്ധഗണ അവിടെയുണ്ടായിരുന്ന കൈലാസത്തിൽ മഹാദേവൻ്റെ ഒപ്പം മഹാദേവനെ കണ്ടുകൊണ്ടിരുന്നിരുന്ന ഭഗവാന്റെ ഉപദേശം കേട്ടുകൊണ്ടിരുന്നിരുന്ന മറ്റുള്ളവരും സിദ്ധന്മാരും മഹർഷിമാരും യേ വൈ സമന്താത് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാവരും നീലലോഹിതം ആ മഹാദേവനെ പിന്തുടർന്നുകൊണ്ട് അതേപോലെ തന്നെ അവരും ബ്രഹ്മാവിനെ നമസ്കരിച്ചു. അപ്പോൾ ആത്മഭൂ ബ്രഹ്മാവ് എന്തു ചെയ്തു? പ്രഹസൻ ഇവ പതുക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൃതപ്രണാമം കൈകൾ കൂപ്പിക്കൊണ്ട് നമസ്കരിച്ചു. ശശാങ്കശേഖര മഹാദേവനെ നമസ്കരിച്ചിട്ട് പ്രാഹ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നും അപ്പം ഇവിടെ ബ്രഹ്മാവിനെ നമസ്കരിച്ചു, പക്ഷെ അന്ന് പ്രജാപതിയായ ദക്ഷൻ കയറി വരുമ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അതെന്തുകൊണ്ടാണ് ഭഗവാൻ അത് കാണിച്ചത്? മഹാദേവൻ ഒരു ധാർഷ്ട്യം കാണിക്കുകയോ ദക്ഷനെ അവഗണിക്കാൻ നോക്കുകയോ ഇതൊന്നുമല്ല അവിടെ സംഭവിച്ചത്. എന്നാൽ അതേ ഭഗവാൻ ഇപ്പോൾ ഇതാ ബ്രഹ്മദേവനെ നമസ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു വ്യക്തി എന്ന ഭാവത്തിൽ നിന്ന് ചിന്തിക്കാതെ എല്ലാം ഭഗവാന്റെ ഒരു ലീലയാ. ഭഗവാൻ തന്നെ അങ്ങനെ കാണിച്ചപ്പോൾ ഉള്ളിലുള്ള അഹങ്കാരം ദക്ഷൻ ശരിക്ക് പുറത്തേക്ക് എടുത്തു. കണ്ടോ? അപ്പോൾ ദക്ഷന്റെ ഉള്ളിൽ ആ അഹങ്കാരം ഉണ്ടെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അതിനെ എടുത്ത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി, ആ അഹങ്കാരം പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ കാണിച്ച ഒരു നാടകം തന്നെയായിരുന്നു അത്. അതുകൊണ്ടാണ് ദക്ഷൻ റിയാക്ട് ചെയ്തതും ദേഷ്യം വന്നതും അങ്ങനെ ഈ ദക്ഷയാഗമൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെട്ടതും എല്ലാം അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു. ഇതെല്ലാം ആ ഒരു ഈഗോയെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ തന്നെ വേണ്ടി ഭഗവാന്റെ തന്നെ തിരക്കഥയായിരുന്നു ഈ സംഭവിച്ചതെല്ലാം. ഇപ്പോൾ ഇതാ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ മഹാദേവൻ എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിദ്ധന്മാരും മറ്റു മഹർഷിമാരും ഒക്കെ അതേപോലെ മഹാദേവനെ അനുകരിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ നമസ്കരിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ചു മഹാദേവനെയും നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് എന്താണ് പറഞ്ഞത്? ശ്ലോകം 42 കാണാം. ബ്രഹ്മോവാച
ജാനേ ത്വം ഈശം വിശ്വസ്യ ജഗതഃ യോനിബീജയോ ശക്തേ ശിവസ്യ ച പരം യത് തത് ബ്രഹ്മ നിരന്തരം. ആദ്യം തന്നെ ബ്രഹ്മാവ് പറഞ്ഞത് കണ്ടോ? ജാനേ, ഞാൻ അറിയുന്നു ഭഗവാനെ, ത്വം അങ്ങയെ, വിശ്വസ്യ ഈശം അങ്ങ് ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഈശ്വരനാണെന്ന് ഞാൻ അറിയുന്നു. യോനി ബീജയോ ജഗതഃ, ഈ ജഗത്തിൻ്റെ യോനി ബീജയോ എന്ന് വെച്ചാൽ യോനിയും ബീജവും മാതാവും പിതാവുമായ ശക്തേ ശിവസ്യ, ശിവനും ശക്തിയും അതായത് പ്രകൃതിയും പുരുഷനും ച പരം, ഇനി അതിലും പരമമായി നിൽക്കുന്ന യത് തത് ബ്രഹ്മം, ഏതൊരു ബ്രഹ്മമുണ്ടോ ആ പരമാത്മാവുണ്ടോ തത്, അത് നിരന്തരം മാറ്റമില്ലാത്ത ശാശ്വതമായി നിൽക്കുന്ന ആ പരമാത്മാവ് അങ്ങ് തന്നെയാണെന്ന് ജാനേ, ഞാൻ അറിയുന്നു. അപ്പം ആദ്യം തന്നെ ബ്രഹ്മാവ് പറഞ്ഞത് അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവുമായ ശിവനും ശക്തിയും അത് രണ്ടും അങ്ങാണ്, പ്രകൃതിയും പുരുഷനും. ഇനി അതിലും പരമായി നിൽക്കുന്ന ആ പരമാത്മാവ് എന്ന് പറയുന്നത് അതും അങ്ങ്, ഒരു മാറ്റവുമില്ലാത്ത ശാശ്വത സത്യമായ ആ പരമാത്മ ചൈതന്യം അതും അങ്ങ് തന്നെയാണെന്ന്, ഈ വിശ്വത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരൻ അങ്ങ് തന്നെയാണെന്ന്, അങ്ങാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ശ്ലോകം 43. ത്വം ഏവ ഭഗവൻ ഏതത് ശിവശക്തിയോഹോ സ്വരൂപയോഹോ വിശ്വം സൃജസി പാസി അത്സി ക്രീഡൻ ഊർണപടഃ യഥാ. ത്വമേവ അങ്ങ് തന്നെയാണ് ഭഗവൻ, അല്ലയോ മഹാദേവ, ഏതത് ശിവശക്തിയോ സ്വരൂപയാ, ഒരു യഥാർത്ഥത്തിൽ ഒരു രൂപമില്ലാത്ത അങ്ങ് തന്നെയാണ് ആ മായയെ സ്വീകരിച്ചുകൊണ്ട് ശിവശക്തിമാരായിട്ട് ആ സ്വരൂപത്തെ സ്വീകരിച്ച് വിശ്വം ഈ പ്രപഞ്ചത്തെ സൃജസി സൃഷ്ടിക്കുന്ന ബ്രഹ്മാവായിരിക്കുന്നതും പാസി പരിപാലിക്കുന്ന മഹാവിഷ്ണുവായിരിക്കുന്നതും അത്സി സംഹരിക്കുന്ന രുദ്രമൂർത്തിയായ മഹാദേവനായി ഇരുന്ന് ക്രീഡൻ ഈ ലീലകളാടുന്നത് ഊർണപടഃ യഥ ചിലന്തി വല കിട്ടുന്നത് പോലെയെന്ന്. ചിലന്തി വല കെട്ടും, ചിലന്തി അതിനകത്ത് പെടില്ല, മറ്റ് ജീവികളെയൊക്കെ അതിനകത്ത് പെടുത്തും. അതിനാണല്ലോ ചിലന്തി വല കെട്ടുന്നത്. അതിനൊരു ഉദാഹരണം പറയാണ്. ചിലന്തി വല കെട്ടി വെക്കും ചുമരില്, ആ കെട്ടുന്ന ചിലന്തി ആ വലയിൽ പെടില്ല, പക്ഷെ അതിലൂടെ പോകുന്ന മറ്റു ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആ വലയിൽ പെടും. അതിനെയാണ് അത് ഭക്ഷണമാക്കുന്നത്. അപ്പോൾ കെട്ടുന്ന ചിലന്തി ആ വലയിൽ പെടാത്തതുപോലെ അങ്ങയുടെ തന്നെ മായാശക്തിയാൽ അങ്ങ് ശിവശക്തി സ്വരൂപത്തെ സ്വീകരിച്ചു. അതുപോലെ തന്നെ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായി ബ്രഹ്മാവായും, ഇനി പരിപാലിക്കാനായി മഹാവിഷ്ണുവായും, സംഹരിക്കാനായി മഹാദേവനായും ഒരേ ഒരു ശക്തി തന്നെയാണ് അവതരിച്ചത്. അങ്ങ് തന്നെ ആ അങ്ങയുടെ തന്നെ മായയിൽ മറ്റെല്ലാ ചരാചരങ്ങളെയും പെടുത്തും. പക്ഷെ അങ്ങ് ഈ മായയിൽ നിന്ന് മുക്തനും നിത്യമുക്തനുമാണ്, അതിൽ പെടുന്നില്ല. പക്ഷെ അങ്ങുണ്ടാക്കുന്ന അങ്ങയുടെ ഈ മായാവൈഭവത്തിൽ മറ്റെല്ലാവരും പെട്ടുപോവുകയും ചെയ്യും. അങ്ങനെ പെട്ടതുകൊണ്ടാണ് ഇപ്പൊ ദേവന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഭഗവാനോട് ക്ഷമാപണം പറയാനായിട്ട് ഇപ്പം ഈ ദേവന്മാരെല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങുണ്ടാക്കിയ ആ മായയുടെ പ്രഭാവത്തിൽ പെട്ടുപോയവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇതിലൊന്നും പെടാതെ ഇരിക്കുന്നത് അങ്ങാണ് എന്ന് പറയണം. ശ്ലോകം 44. ത്വമേവ ധർമാർത്ഥ ദുഃഖ അഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിത അദ്വരം ത്വയായേവ ലോകേ അവസിതാശ്ച സേതവഃ യാൻ ബ്രഹ്മണാഃ ശ്രദ്ധദദേ ധൃതവൃതാഃ. ത്വമേവ അങ്ങ് തന്നെ ധർമാർത്ഥ ദുഃഖ അഭിപത്തയേ, അതായത് ധർമാർത്ഥ ദുഃഖ, അതായത് വേദങ്ങളിൽ പറയുന്നത് എന്താ? പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇങ്ങനെ പറയപ്പെടുന്ന ധാർമ്മികമായ രീതിയിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കണം എന്ന്, എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ എന്നതിനുള്ള ഉത്തരാണ് വേദങ്ങളിൽ പറയുന്നത്. അതാണ് പുരുഷാർത്ഥങ്ങൾ. ആ ധാർമ്മികമായ രീതിയിൽ അർത്ഥവും കാമവും അനുഭവിച്ച് മോക്ഷത്തിന് യോഗ്യമാകുന്ന രീതിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന വേദങ്ങൾ അഭിപത്തയെ സംരക്ഷിക്കാനായിട്ട്,
അതാണ് ധർമാർത്ഥ ദുഃഖ അഭിപത്തയെ, ധർമാർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനുഷ്യനെ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്ന വേദങ്ങളെ അഭിപത്തയെ സംരക്ഷിക്കാനായിട്ട് സസർജിത അധ്വരം അങ്ങ് തന്നെയാണ് ഈ യാഗയജ്ഞാദി കർമ്മങ്ങളെ സൃഷ്ടിച്ചത്. അതായത് ഈ യജ്ഞത്തിലൂടെ നമ്മൾ അത് വേദത്തെ സംരക്ഷിക്കാനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞത്തിൽ നമ്മൾ ആർക്കു വേണ്ടിയാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്? പരമാത്മാവിന് നമ്മുടെ യജ്ഞം ആവശ്യമുണ്ടോ? ഇല്ല. രൂപമില്ലാത്ത നിർഗുണ ചൈതന്യത്തിന് ഈ യജ്ഞത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ആർക്കാണ്? ദേവന്മാരുടെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന എല്ലാ ദിക്കുകളുടെ, ദേവൻ ഇന്ദ്രിയങ്ങളുടെ, അതുപോലെ അഗ്നി, ഭൂമി, വായു, സൂര്യൻ എന്നിങ്ങനെ അതുപോലെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളെ നിർവഹിക്കുന്ന ദേവന്മാരായിരിക്കുന്ന ആ ദേവന്മാർ അവരുടെ കർമ്മം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് ഈ 14 ലോകങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്നതും ഭൂമിയിൽ സർവ്വചരാചരങ്ങളും സുഖമായി ജീവിക്കുന്നതും. ഓരോന്നിൻ്റെ പഞ്ചഭൂതങ്ങളുടെയും നിയന്ത്രിത ദേവന്മാർ അതാത് കർമ്മം നിർവഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർ നമുക്ക് തരുമ്പോൾ, കൃത്യമായി എല്ലാം തരുമ്പോൾ തിരിച്ച് നമ്മൾ അവരോടുള്ള കൃതജ്ഞത കാണിക്കേണ്ടത് ധർമ്മമാണ് അല്ലേ? അതാണ് ശാശ്വത ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അനുഗ്രഹത്താൽ നിലനിന്ന് പോകുന്ന നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ, അവരോടുള്ള കൃതജ്ഞത കാണിക്കാനാണ് യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, വേദത്തിൽ പരാമർശിക്കുന്ന രീതിയിൽ ധാർമ്മികമായ രീതിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന ആ വേദങ്ങളെ സംരക്ഷിക്കാനായിട്ട് സസർജിത അധ്വരം അങ്ങ് തന്നെയാണ്. അധ്വരം എന്ന് വെച്ചാൽ ഈ യാഗം, യജ്ഞം എന്നത്തെ സസർജിത സൃഷ്ടിച്ചത്, യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനെ സൃഷ്ടിച്ചത്. അതിന് ദക്ഷേണ സൂത്രേണ, ദക്ഷൻ ഒരു കാരണമായിന്നേ ഉള്ളൂ. ഇപ്പൊ ദക്ഷനെ മുൻനിർത്തി, ദക്ഷന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു യജ്ഞ മഹോത്സവം നടത്തണം, യജ്ഞം നടത്തണം, എല്ലാവരെയും ക്ഷണിക്കണം, ഇതൊക്കെ ദക്ഷന്റെ മനസ്സിലിരുന്ന് തോന്നിപ്പിച്ചത് ആരാ? അങ്ങ് തന്നെയാണ്. അപ്പൊ ദക്ഷന്റെ ഉള്ളിലിരുന്ന് തോന്നിപ്പിച്ച ദക്ഷനെ മുൻനിർത്തി ഒരു കാരണക്കാരനാക്കിയിട്ട് അങ്ങ് തന്നെയാണ് ഈ യജ്ഞ മഹോത്സവത്തിന് തുടക്കമിട്ടത്. ഇത് നടത്തണം എന്ന് അങ്ങ് തീരുമാനിച്ചതാണ്. ആ പ്രകൃതി എന്ത് തീരുമാനിക്കുന്നു, നിശ്ചയിക്കുന്നു, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങാകുന്ന ആ പ്രകൃതി ശക്തി നിശ്ചയിച്ചു യജ്ഞം നടക്കണമെന്ന്. അതിന് ദക്ഷൻ ഒരു സൂത്രേണ, ഒരു കാരണമായി എന്നേ ഉള്ളൂ. ദക്ഷന്റെ ഉള്ളിലായിരുന്നു തോന്നിപ്പിച്ചത് അങ്ങാണ്. അങ്ങനെ ദക്ഷനെ കാരണമാക്കിക്കൊണ്ട് ഈ യജ്ഞ മഹോത്സവത്തെ ശരിക്കും സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശിവനെന്ന് ആ ദേവനെയല്ല കാണേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള ആ ശക്തിയെയാണ്, ആ പ്രപഞ്ച സത്യത്തെയാണ് നമ്മൾ കാണേണ്ടത്. ആ തത്വമാണ്, ആ പ്രകൃതിയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രകൃതി നിശ്ചയിച്ചാൽ യജ്ഞം നടക്കും. അത് നടപ്പിലാക്കാൻ ഓരോരുത്തരുടെ മനസ്സിലിരുന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ച് അതിന് വേണ്ട കർമ്മങ്ങൾ അതും പ്രകൃതി തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. വേദങ്ങളെ സംരക്ഷിക്കാനായി ഈ യജ്ഞ മഹോത്സവം നടത്താൻ ദക്ഷനെ മുൻനിർത്തി ശരിക്കു പറഞ്ഞാൽ അങ്ങ് തന്നെയല്ലേ ഇത് തീരുമാനിച്ചത്. ത്വയായേവ, അങ്ങയാൽ തന്നെയാണ് ലോകേ അവസിതാഹ ച സേതവഹ, അതായത് സേതവഹ എന്ന് വെച്ചാൽ ഈ വിധത്തിലുള്ള ധാർമ്മികമായ കാര്യങ്ങളെ, അതായത് ഈ ദേവന്മാരെ സംതൃപ്തരാക്കാൻ യാഗം, യജ്ഞം ഒക്കെ നടത്തണം. ഇനി അത് നടത്തുന്ന ബ്രാഹ്മണന്മാർ ശുദ്ധവൃത്തിയോടുകൂടി പരിശുദ്ധമായ മനസ്സോടുകൂടി വേണം ഇതൊക്കെ നടത്താൻ എന്നൊക്കെയുള്ള സേതവഹ ധാർമ്മിക മൂല്യങ്ങളെ ലോകേ അവസിതാഹ ച, ഈ ലോകത്തിന് ക്രമീകരിച്ചു കൊടുത്തതും അങ്ങ് തന്നെയാണല്ലോ. യാൻ, ആരാണോ ബ്രാഹ്മണന്മാർ ശ്രദ്ധദതേ ധൃതവൃത, അതായത് വ്രതശുദ്ധിയോടുകൂടി പൂർണ്ണനിഷ്ഠയോടും ശ്രദ്ധയോടും കൂടിയാണ് ആ ബ്രാഹ്മണന്മാർ ഈ യജ്ഞം നടത്തേണ്ടത്. വ്രതശുദ്ധി വേണം, ചിത്തം ശുദ്ധമാവണം, പൂർണ്ണ ശ്രദ്ധയോടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ബ്രാഹ്മണന്മാർ ഈ യജ്ഞം നടത്തേണ്ടത്. ഇങ്ങനെയുള്ള ധാർമ്മിക കാര്യങ്ങളെയൊക്കെ ലോകേ അവസിതാശ, ഈ ലോകത്തിന് ക്രമീകരിച്ചു കൊടുത്തത് അങ്ങ്, സൃഷ്ടിച്ചു കൊടുത്തത്, ഉപദേശിച്ചു കൊടുത്തത് അങ്ങ് തന്നെയല്ലേ എന്നാ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ, അതായത് ബ്രഹ്മദേവൻ മഹാദേവനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഉപദേശിക്കുക എന്നല്ല,
അങ്ങ് തന്നെയാണ്, അതായത് ഭഗവാന്റെ മഹാത്മ്യത്തെ പോലും ഭഗവാൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ ഭഗവാന്റെ രൂപത്തിൽ അവതരിച്ച ആ പ്രകൃതി എന്ന ശക്തിയാണ് ഇതെല്ലാ കളികളും തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ദക്ഷനെ മുൻനിർത്തിക്കൊണ്ട് ഈ യജ്ഞം നടത്താനായിട്ട് അങ്ങ് തീരുമാനിച്ചു, ദക്ഷനെ ഒരു കാരണമാക്കി, ദക്ഷന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു. അപ്പോൾ അത് മാത്രമല്ല, ആ ഒരു യജ്ഞം നടക്കുമ്പോൾ ബ്രാഹ്മണന്മാർ വ്രതശുദ്ധിയോടുകൂടി ആ കർമ്മം നിഷ്ഠയോടുകൂടി ചെയ്യണം എന്നുള്ള ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ ഈ ലോകത്തിന് തീരുമാനിച്ച് നിയമിച്ച് കൊടുത്തത്, ഉപദേശിച്ചു കൊടുത്തതും അങ്ങ് തന്നെയാണ്. അപ്പം അതാണ് പറഞ്ഞതൊക്കെ തീരുമാനിച്ചു കൊടുത്തതും അങ്ങ് തന്നെയാണ്. അങ്ങാകുന്ന ആ പ്രകൃതി ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യജ്ഞം ഇവിടെ നടക്കണം എന്ന് തീരുമാനിച്ചത്. ഇനി അതിൻ്റെ ബാക്കി പറയാണ്. ത്വം കർമ്മണാം മംഗളാനാം കർത്തുഹു സ്മ ലോകം തനേഷു സ്വപരം വാ അമംഗളാനാം ച തമിശ്രം ഉൽബണം വിപര്യാഹ കേന തത് ഏവ കസ്യജിത്ത്. അതായത് ത്വം കർമ്മണാം, അപ്പം പറഞ്ഞല്ലോ അങ്ങ് തന്നെയാണ് ഇത് നിശ്ചയിക്കുന്നതും ഈ യജ്ഞത്തെ തുടങ്ങി വെച്ചതും അങ്ങ് തന്നെയാണ് ഈ യജ്ഞത്തിൻ്റെ ധാർമ്മികമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പറഞ്ഞ് ലോകത്തിന് കൊടുത്തതും. എന്നിട്ട് പറയാണ് ത്വം അങ്ങ് മംഗളമൂർത്തിയായ അങ്ങ് മംഗളാനാം കർമ്മണാം, അതായത് മംഗളകരമായ ഒരു കർമ്മമായ ഈ യജ്ഞം എന്ന കർമ്മം കർത്തു വളരെ ഭംഗിയായിട്ട് നിഷ്ഠയോടുകൂടി ചെയ്യുന്ന കർത്താവിന് ഈ ലോകത്തിൽ സ്മതനുഷേ എന്ന് വെച്ചാൽ അങ്ങ് നൽകി അനുഗ്രഹിക്കുന്നു. സ്വഹ എന്ന് വെച്ചാൽ സ്വർഗലോകം, പരംവ അതിൻ്റെ അപ്പുറത്തുള്ള മോക്ഷവും നൽകുന്നു. അപ്പം മംഗളമൂർത്തിയായ അങ്ങ് തന്നെ ഈ ഒരു യജ്ഞം തുടങ്ങി വെച്ച അതിൻ്റെ ആ കർത്താവ് വളരെ നിഷ്ഠയോടുകൂടി ആ യജ്ഞം നിർവഹിക്കുകയാണെങ്കിൽ അങ്ങ് തന്നെ ആ യജ്ഞം നടത്തിയ കർത്താവിന് അവൻ ആഗ്രഹിക്കുന്ന സ്വർഗലോകമാണെങ്കിൽ സ്വർഗലോകത്തിലേക്കുള്ള പ്രവേശനവും, ഇനി അതല്ല ഒരു ലോകവും വേണ്ട പരമമായ മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും വരെ നൽകി ആ കർത്താവിനെ അനുഗ്രഹിക്കുന്നത്, ആ യജ്ഞം നടത്തിയ കർത്താവിനെ അനുഗ്രഹിക്കുന്നത് അങ്ങ് തന്നെയാണ്. ഇനി അമംഗളകരമായ കർമ്മങ്ങൾ ചെയ്ത വ്യക്തികൾക്ക് തമിശ്രം ഉൽബണം, അന്ധതാമിശ്രം എന്നൊക്കെ പറയുന്ന നരകലോകങ്ങളുണ്ടല്ലോ, നമ്മൾ അന്ന് പഠിച്ചിരുന്നു കപില ഉപദേശത്തിൽ. ആ തമിശ്രം എന്ന നരകലോകത്തിലേക്ക് ഉൽബണം, ഭയാനകമായ ആ ലോകത്തിലേക്ക് വിടുന്നതും അങ്ങ് തന്നെയാണ്. മംഗളമൂർത്തിയായ അങ്ങ് മംഗളകരമായ ഒരു യജ്ഞം പൂർത്തിയാക്കിയ കർത്താവിന് സ്വർഗലോകവും അതിനുപരി പരമമായ മോക്ഷവും നൽകുന്നു. ഇനി അമംഗളകരമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ അന്ധതാമിശ്രം തുടങ്ങിയ ഭയാനകമായ നരകലോകത്തിലേക്കും കൊടുക്കുന്നതും അങ്ങ് തന്നെയാണ്. എന്നിട്ട് പറയുകയാണ് കസ്യജിത്ത്. എന്നാൽ കസ്യജിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊരുവനാണോ ഈ ഒരു യജ്ഞമഹോത്സവം നടത്തിയത്, അതായത് ആ ദക്ഷൻ, അവൻ യജ്ഞമഹോത്സവമാണ് നടത്തിയത്. അപ്പം അതൊരു ദുഷ്കർമ്മമല്ല, അമംഗളകരമായ കാര്യമല്ല, മംഗളകരമായൊരു കാര്യമാണ്. എന്നിട്ടും തത് ഏവ, അങ്ങനെ ഒരു മംഗളകരമായ യജ്ഞം നടത്തിയിട്ടും വിപര്യാഹ കേന, എന്തുകൊണ്ടാണ് ദക്ഷന് അത് വിപരീത ഫലത്തെ കൊടുത്തത്? അതാണ് ചോദിച്ചത്. വിപര്യാഹ കേന. അപ്പോൾ അങ്ങ് മംഗളകരമായ യജ്ഞം നടത്തുന്ന കർത്താക്കൾക്ക് അതിന് വേണ്ട സ്വർഗമാണെങ്കിൽ സ്വർഗം, മോക്ഷമാണെങ്കിൽ മോക്ഷം കൊടുക്കുന്നു. അമംഗളകരമായ കർമ്മം ചെയ്യുന്നവരെ നരകലോകങ്ങളിലേക്കും വിടുന്നു. എന്നാൽ ദക്ഷൻ എന്ന പ്രജാപതി ഇവിടെ മംഗളകരമായ ഒരു യജ്ഞമാണ് നടത്തിയത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ദക്ഷനെ വിപരീതമായി ഭവിച്ചതിൻ്റെ കാരണം? അത് ചോദിക്കുകയാണ്. ബ്രഹ്മാവിനെ അറിയാം, എന്നാൽ കൂടി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ വിപരീതമായി, ദക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് വിപരീതമായി ഫലിച്ചത്. ശ്ലോകം 46. ന വൈ സദാം ത്വത് ചരണാർപ്പിത ആത്മനാ ഭൂതേഷു സർവേഷു അഭിപശ്യതാം തവ ഭൂതാനി ച ആത്മനി ദിദൃക്ഷതാം പ്രായേണ രോഷ അഭിഭവേത് യഥാ പശും. എന്നിട്ട് പറയുകയാണ്. അപ്പം അതങ്ങനെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ദക്ഷന് മാത്രം അതൊരു വിപരീതമായി ഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ബ്രഹ്മദേവൻ, ത്വത് ചരണാർപ്പിത ആത്മനം, ഭഗവാനെ മഹാദേവ അങ്ങയുടെ ചരണാർപ്പിത ആത്മനം, തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭൂതേഷു സർവചരാചരങ്ങളിലും സർവേഷു അഭിപദാം ത്വം,
സർവചരാചരങ്ങളിലും സർവേഷു അഭിപശ്യതാം തവ. അഭിപശ്യതാം തവ എന്ന് വെച്ചാൽ സർവചരാചരങ്ങളിലും അങ്ങയെ തന്നെയാണ് ആ ഭക്തൻ കാണുക എന്ന്. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവചരാചരങ്ങളിലും അങ്ങയെ തന്നെയാണ് കാണുക. ഇനി ഭൂതാനി ച ആത്മനി, സർവചരാചരങ്ങളും ഭൂതാനി ച ആത്മനി, ആ പരമാത്മാവും പൃഥക് ദിദൃക്ഷതാം, വെവ്വേറെ, പൃഥക് എന്ന് വെച്ചാൽ വേറെ വേറെയാണ് എന്ന്, ദിദൃക്ഷതാം ആ ഭേദചിന്തയില്ലാതെ ഇരിക്കുന്ന, അങ്ങനെയില്ലാത്ത ആ ഭേദചിന്തയില്ലാതെ ഇരിക്കുന്ന അങ്ങനെയുള്ള സജ്ജനങ്ങൾ പ്രായേണ സാധാരണ രീതിയിൽ ന രോഷം അഭിഭവേത്, അവർക്കൊരു കോപം ഉണ്ടാവാറില്ല. യഥാ പശും എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മൃഗം. അപ്പം മൃഗം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അധാർമികളായിട്ടുള്ള ആളുകൾ, അജ്ഞതയുള്ള അറിവില്ലാത്ത ആളുകൾ എന്ന പോലെ, അറിവില്ലാത്തവരെ പോലെ, യഥാന്ന് വെച്ചാൽ പോലെ. അറിവില്ലാത്ത ആളുകൾ, അജ്ഞതയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കോപം വരും. പക്ഷേ സജ്ജനങ്ങൾക്ക് വൈ സദാം എന്ന് വെച്ചാൽ സജ്ജനങ്ങൾക്ക് അതൊരിക്കലും ഉണ്ടാവില്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ഇവിടെ മഹാദേവനെ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബ്രഹ്മാവ് അത് നേരിട്ട് പറയുന്നില്ല. അതൊരു അതായത് ഒരു മഹാദേവന് മാത്രമേ മനസ്സിലാവുള്ളൂ കേൾക്കുമ്പോൾ. അതേ രീതിയിലാണ് ബ്രഹ്മാവ് അത് അവതരിപ്പിക്കുന്നത്. അതായത് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സർവചരാചരങ്ങളിലും അങ്ങയെ തന്നെയാണ് കാണുക. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അതുപോലെ ആ പരമാത്മാവും ഇതൊക്കെ വെവ്വേറെയാണെന്നുള്ള ഭേദചിന്തയില്ലാത്ത ഒരു ഭക്തനെ ഒരിക്കലും ഒരു അജ്ഞതയിലിരിക്കുന്ന അധർമ്മിയായ ഒരു വ്യക്തിക്ക്, അറിവില്ലാത്തവന് ദേഷ്യം വരുന്നത് പോലെ കോപം വരില്ല. അപ്പോൾ പിന്നെ ഈ സജ്ജനങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന അവരുടെയൊക്കെ ദേവന്മാരുടെയൊക്കെ ഈശ്വരനായിരിക്കുന്ന അങ്ങേക്ക് എങ്ങനെ കോപം വരാനാണ്? അങ്ങ് കോപിഷ്ഠനായി എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് വെറുതെയാണ്. ഇത് അങ്ങേക്ക് കോപം വന്നതല്ല, അങ്ങേക്ക് കോപം വരികയേ ഇല്ല എന്ന് എനിക്കറിയാം. അതാണ് ആ ബ്രഹ്മാവ് പറയുന്നത്. അപ്പൊ ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ്, എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് അങ്ങനെ പറയുന്നത്. അപ്പം നേരത്തെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും യജ്ഞം ചെയ്യുന്നവർക്ക് അങ്ങ് അനുഗ്രഹം കൊടുക്കുന്നു, അമംഗളകരമായ പ്രവൃത്തി ചെയ്യുന്നവരെ നരകം കൊടുക്കുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ദക്ഷൻ ഇത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനെ, അവന് എല്ലാത്തിലും അങ്ങയെ കാണുക. അപ്പം അവനെ ചീത്ത പറഞ്ഞാലും, അവനോട് നെഗറ്റീവായിട്ട് ആരെങ്കിലും സംസാരിച്ചാലും, വേദനിപ്പിച്ചാലും, ഇൻസൾട്ട് ചെയ്താലും അവന് ദേഷ്യം വരില്ല. കാരണം സുഖത്തിലും ദുഃഖത്തിലും അവൻ അങ്ങയെ കാണുന്ന ഭക്തനാണ്, ഭഗവാനെ കാണുക. അപ്പം സുഖത്തെയും ദുഃഖത്തെയും അവൻ ഒരുപോലെ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ആ ആത്മാവും രണ്ടും വെവ്വേറെയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭക്തനെ, ഒരു അജ്ഞതയിൽപ്പെട്ട് ിരിക്കുന്നവർക്ക് ദേഷ്യം വരുന്ന പോലെ കോപം വരില്ല, സജ്ജനങ്ങൾക്ക് കോപം വരില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, അങ്ങനെ പറഞ്ഞു നിർത്തിയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുന്ന അവരുടെ ഈശ്വരനായ, ദേവന്മാരുടെയും ഈശ്വരനായ അങ്ങേക്ക് എങ്ങനെ കോപം വരാനാണ്? അങ്ങേക്ക് ഒരു കോപവും ഇല്ല. ഇതൊക്കെ അങ്ങ് തന്നെ തിരക്കഥ എഴുതി നടത്തിയ എല്ലാ കളികളാണ്. ദക്ഷൻ്റെ ഉള്ളിലെ ആ എന്താ പറയുക, അഹങ്കാരത്തെ അടക്കാൻ വേണ്ടി, ദേവന്മാരുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങ് തന്നെ തിരക്കഥ എഴുതി സൃഷ്ടിച്ച ഒരു നാടകം തന്നെയാണ് ഇത്, ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അങ്ങേക്ക് ഒരിക്കലും കോപം വരില്ല എന്ന് എനിക്കറിയാം. അതാണ് അതിനെയാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ പറയുന്നത്. മനസ്സിലായല്ലോ? ശ്ലോകം 47. പൃഥഗ്ധിയഃ കർമ്മദൃശഃ ദുരാശയ പരാ ഉദയേന അർപ്പിതഹൃദ് രുജ അനിശം പരാൻ ദുരുക്തേ വിദുദന്തി അരുന്ധത താൻ മാ അവധീത് ദൈവവദാൻ ഭഗവദ്വിദഃ. എന്നിട്ട് മഹാദേവനോട് പറയാണ്, പൃഥഗ്ധിയഃ, ഭേദചിന്തയുള്ള അധാർമികളായിട്ടുള്ള ആൾക്കാർ, അതായത് ഞാൻ വേറെ, നീ വേറെ, ഈശ്വരൻ വേറെ, ഞാൻ വേറെ, ഇങ്ങനത്തെ ഭേദചിന്തയുള്ളവരും, കർമ്മദൃശഃ, കർമ്മത്തിലേക്ക് നോക്കിയിരിക്കുക എന്ന് വെച്ചാൽ കർമ്മത്തിൽ ആസക്തിയുള്ളവരും, ഞാനാണ് ചെയ്യുന്നത് എന്ന ആഗ്രഹത്തോടെ, ഭാവത്തോടെ ഓരോന്ന് ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവരും, ദുരാശയ, ദുഷിച്ച ചിന്താഗതിയുള്ളവരും, പര ഉദയേന, മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ, അർപ്പിത ഹൃദരുച, അവൻ്റെ ഉള്ളിൽ ഒരു ഹൃദരുച എന്ന് വെച്ചാൽ ഹൃദയത്തിലൊരു കോപം അല്ലെങ്കിൽ ഒരു അസൂയ പൊട്ടിമുളയ്ക്കുന്നവരെ, അതാണ് പറയുന്നത്. പര ഉദയേന അർപ്പിത ഹൃദരുച, മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ
പുറമേക്ക് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അസ്വസ്ഥതയും ദേഷ്യവും അസൂയയും കൊണ്ട് നടക്കുന്നവരും. അനിശം എന്ന് വെച്ചാൽ എപ്പോഴും പരാൻ, മറ്റുള്ളവരെ ദുരുക്തെ, ദുഷിച്ച വാക്കുകൾ കൊണ്ട് വിതുദന്തി എന്ന് വെച്ചാൽ ദുഷിച്ച വാക്കുകൾ പറയുക. അരുന്ധത എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ താൻ മാ അവധീത്, അതായത് അവർക്ക്, താൻ എന്ന് വെച്ചാൽ അവർക്ക്, മാ എന്ന് വെച്ചാൽ അരുത്, അവധീത് എന്ന് വെച്ചാൽ വധം, അതായത് അവർക്കുള്ള വധം ദൈവവധാൻ, ദൈവത്താൽ തന്നെ നടന്നു കഴിഞ്ഞു എന്ന്. അതായത് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ, അല്ലെങ്കിൽ അവർക്ക് ഒരു വധം, അവർ വധിക്കപ്പെട്ടു കഴിഞ്ഞു, ദൈവവശാൽ ദൈവവിധി പ്രകാരം അവർ വധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഭവാദ് വിദഹ എന്ന് വെച്ചാൽ പറയുന്നത് അങ്ങായിട്ട് ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ഭവാദ്, അങ്ങയെപ്പോലെ ഒരു മഹാപുരുഷൻ അതിന് മാ വിദഹ എന്ന് വെച്ചാൽ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ദക്ഷനെ അങ്ങ് വധിക്കേണ്ട ആവശ്യമില്ല. ദക്ഷൻ മരിച്ചു കഴിഞ്ഞു, ദക്ഷന്റെ ദുഷ്കർമ്മത്താൽ തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഒന്നും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. അതായത് ഭേദചിന്തയുള്ള ആളുകൾ, കർമ്മത്തിൽ ആസക്തിയുള്ള ആളുകൾ, ദുഷിച്ച ചിന്തകളുള്ള ആളുകൾ, മറ്റുള്ളവരുടെ നല്ലത് കാണുമ്പോൾ, ഉയർച്ച കാണുമ്പോൾ ഉള്ളിൽ അസൂയയും കോപവും രോഷവും കൊണ്ട് നടക്കുന്നവർ, അതുപോലെ വായ തുറന്ന വേറൊരാളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ ചെയ്യുന്ന അവരുടെ ഒരു പ്രത്യേകത എന്തായിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുള്ള ആൾക്കാർ, സ്വഭാവമുള്ള ആളുകൾ, ഭേദചിന്ത, അതുപോലെ കർമ്മത്തിനോട് ആസക്തി, ദുഷിച്ച ചിന്താഗതികൾ, മറ്റുള്ളവരിലെ നല്ലതും ഉയർച്ചയും കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ അസ്വസ്ഥതയും അസൂയയും കൊണ്ട് നടക്കുന്നവർ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരുടെ ഇവരുടെ പ്രത്യേകത എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ടാവുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേക്ക്. ഒരിക്കലും ഇവർക്ക് മനസ്സമാധാനം കിട്ടില്ല. കാരണം ഇവരുടെ മനസ്സ് എപ്പോഴും എങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അസ്വസ്ഥതയും ദേഷ്യവും സമാധാനം ശാന്തി എന്ന് പറഞ്ഞത് ഇവർക്കുണ്ടാവില്ല. അതേസമയം എല്ലാം ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന ആളുകൾ, അവരിലേക്ക് എന്ത് വന്നാലും അവരെന്ത് ചെയ്താലും ഈശ്വരാർപ്പിതമായി ചെയ്യുന്നവരെ നോക്കിക്കോളൂ, അവരുടെ മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കും, റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ ആ ശാന്തിയിലൂടെ അനുഭവിക്കുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരുടെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്വഭാവത്തിലിരിക്കുമ്പോൾ പോലും ഇവർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. വേറൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അയാൾ ആദ്യം അയാളുടെ മനസ്സിനെയാണ് വേദനിപ്പിച്ച് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരെയും വേദനിപ്പിക്കുന്നത്. സ്വന്തം മനസ്സിന് ശാന്തത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മറ്റൊരാളോട് അവൻ്റെ സമാധാനം കളയുന്ന രീതിയിൽ സംസാരിക്കില്ല. ഏറ്റവും ആദ്യം എല്ലാ മനുഷ്യരുടെയും ഒരു പ്രത്യേകതയാണ്, ഏറ്റവും ആദ്യം നമ്മൾ മറ്റുള്ളവരെയല്ല അവനവനെ തന്നെ ആദ്യം ദ്രോഹിക്കുക, എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക. ഇനി അവനവനെ ആദ്യം സ്നേഹിക്കുകയും എന്താ പറയുക സമാധാനവും ശാന്തിയും അവനവന് കൊടുക്കുന്നവനെ മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിന് നല്ല സ്വസ്ഥതയും സമാധാനവും നല്ല പോസിറ്റീവ് ചിന്തകളുമാണ് എൻ്റെ മനസ്സിലേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ മറ്റുള്ളവരോടും അതായിരിക്കും പറയുക. വളരെ പോസിറ്റീവായിട്ട്, വളരെ സന്തോഷം നിറഞ്ഞ നല്ലതായിരിക്കും പറയുക. എൻ്റെ മനസ്സിലെ ചിന്തകൾ മുഴുവനും ഈ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് എന്തായിരിക്കും പറയുക? അതേ സംഭവം തന്നെയായിരിക്കും കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാദ്യം അവനവനെയാണ് വേദനിപ്പിക്കുന്നത്. അവനവൻ്റെ ശാന്തിയും സ്വസ്ഥതയും ഇവരാദ്യം കെടുത്തും, എന്നിട്ടാണ് ഇവർ മറ്റുള്ളവരെ കെടുത്തുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്നവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ ദ്രോഹിക്കണേന്നാണ് ചിന്തിക്കുന്നത്. അവൻ്റെ മനസ്സമാധാനം പോകണം, അല്ലെങ്കിൽ അവളുടെ മനസ്സമാധാനം പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. പക്ഷെ അവൻ മനസ്സിലാക്കാത്ത അതിൻ്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രമാണ്. ഈ വ്യക്തി അയാളോട് പറയേണ്ട കാര്യം കുറേ പ്രാവശ്യം മനസ്സിലിട്ട് ആലോചിച്ച് ഇയാളുടെ മനസ്സിനെ തന്നെ നെഗറ്റീവ് ചിന്ത കൊണ്ട് നശിപ്പിച്ചു, ശാന്തി കളഞ്ഞു, എന്നിട്ടാണ് മറ്റാളോട് പറയുന്നത്. അപ്പോൾ ആദ്യം അയാൾ നശിപ്പിച്ചത് സ്വന്തം സ്വസ്ഥതയാണ്, എന്നിട്ടാണ് മറ്റൊരാളുടെ സ്വസ്ഥത കളയുന്നത്. ഇത് പറയുന്നവരാരും അത് മനസ്സിലാക്കില്ല. അപ്പോൾ അങ്ങനെ
ചെയ്യുന്ന കർമ്മം നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയുമാണെങ്കിൽ അവന് നല്ല മനസ്സമാധാനിക്കും. കാരണം അവൻ സ്വയം അവൻ്റെ ഉള്ളിൽ നല്ലതിനെ വളർത്തുന്നു, നല്ല ചിന്തകളെ നിലനിർത്തുന്നു, നല്ലതിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. അതേസമയം മോശം ചിന്തകൾ സ്വയം കൊണ്ട് നടക്കുന്നവൻ അവന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാന്തിയില്ല. അപ്പം മറ്റുള്ളവർക്കും അവൻ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക, മറ്റുള്ളവരോടും അവൻ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെ കർമ്മവും അവനവനെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായ? ദൈവം പുറത്തുനിന്ന് ഒരു ശിക്ഷ കൊടുക്കണ്ട. ഓരോരുത്തരുടെ കർമ്മങ്ങളും അവനവനെ തന്നെയാണ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദക്ഷൻ ചെയ്ത വലിയ ഒരു അപരാധത്തിന്, അഹങ്കാരത്തിന് ദക്ഷന് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കണോ? ദക്ഷന് ഒരിക്കലും മനസ്സമാധാനമില്ല. അപ്പോൾ ഇനി അങ്ങ് വേറെ രീതിയിൽ അവനെ വധിക്കേണ്ട ആവശ്യമില്ല ദക്ഷനെ. കാരണം ദൈവവിധി പ്രകാരം അല്ലെങ്കിൽ ദൈവവശാൽ ഈശ്വരൻ ഈ പ്രകൃതി നിശ്ചയത്താൽ ദക്ഷൻ സ്വസ്ഥതയും സമാധാനം വധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അങ്ങായിട്ട് ദക്ഷനെ വധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതെല്ലാം പ്രകൃതി നിശ്ചയമാണ്. പ്രകൃതിയാണ് ദക്ഷനെ കൊണ്ട് ഉള്ളിലെ ഈ അവസ്ഥയെ ഉണ്ടാക്കിയത്. പ്രകൃതി തന്നെയാണ് ഇതിനെ നശിപ്പിക്കാൻ ഈ നാടകങ്ങളൊക്കെ ഇവിടെ ആടിയത്. അപ്പോൾ ദക്ഷനെ പ്രത്യേകമായിട്ട് അങ്ങ് വധിക്കേണ്ട ആവശ്യമില്ല. ദക്ഷൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ തന്നെയാണ് ദക്ഷനുള്ള ശിക്ഷയെ കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ മഹാദേവനെ ബ്രഹ്മാവ് ഉപദേശിക്കുക എന്ന അർത്ഥത്തിൽ അതിനെ കാണരുത്. ഇവിടെ ഞങ്ങൾ അങ്ങ് ആരാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയെന്ന് മഹാദേവനെ ബോധ്യപ്പെടുത്തുകയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്. മറ്റ് ദേവന്മാർക്കൊക്കെ പറയാൻ പേടിയാണല്ലോ. അപ്പോൾ മഹാദേവൻ കോപിഷ്ഠനായി ദക്ഷന്റെ യാഗശാല നശിപ്പിച്ചു എന്നുള്ള അപരാധമല്ല, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്, അങ്ങയുടെ ഭാവം യഥാർത്ഥത്തിൽ എന്താണ്, ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഇപ്പോൾ ഈ ദക്ഷൻ നടത്തിയ മഹായജ്ഞവും അതിന് മുന്നേ ഉണ്ടായ സംഭവ വികാസങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ കാരണം എന്താണ്, ആരാണ് ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടത് എന്നൊക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നു. അത് മഹാദേവന് ബോധ്യപ്പെടുത്തുകയാണ്, അല്ലാണ്ട് തെറ്റിദ്ധാരണയില്ല. ഞങ്ങളത് യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്ന് അത് മനസ്സിലാക്കുന്നതായിട്ട് മഹാദേവനെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ബ്രഹ്മാവ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതിനുള്ള ശിക്ഷയാണ് ദക്ഷൻ അനുഭവിച്ചത്. അങ്ങ് ശിക്ഷിച്ചു എന്ന് ഞങ്ങൾ അതിനെ കാണുന്നേയില്ല. കാരണം ദക്ഷന്റെ കർമ്മമാണ് ദക്ഷനെ ശിക്ഷിച്ചത്. അതാണ് പറഞ്ഞത്. ശ്ലോകം 48. യസ്മിൻ യഥാ പുഷ്കര നാഭമായയാ ദുരന്തയാ സ്പൃഷ്ടധിയഃ പ്രദഗ്ദൃശഃ കുർവന്തി തത്ര ഹി അനുകമ്പയാ കൃപാം ന സാധവഃ ദൈവബലാത് കൃതേ ക്രമം. അപ്പൊ പ്രകൃതി നിശ്ചയമാണ് ഇവിടെ നടന്നത്. ദക്ഷന്റെ യാഗം നശിപ്പിക്കപ്പെട്ടത് പ്രകൃതി നിശ്ചയമാണ്. അപ്പോൾ അത് ദക്ഷൻ ചെയ്ത കർമ്മത്തിന്റെ തെറ്റിന്റെ ശിക്ഷയായിട്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ നമ്മൾ അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് അദ്വൈതമാണ്. എന്നാൽ നമ്മൾ ഈ ദ്വൈതത്തിലിരിക്കുന്ന ഈ ദേവന്മാർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം നമുക്കറിയാം എല്ലാവരും മായയിൽപ്പെട്ട് ഉഴലുന്നവരാണെന്ന്. അപ്പോൾ ആ മായയിൽ നിന്നും പുറത്തേക്ക് അപ്പോൾ ആ മായ എന്താണെന്ന് മനസ്സിലാക്കിയ നമ്മൾ ദേവന്മാർ, പ്രത്യേകിച്ച് മഹാദേവൻ, തീർച്ചയായിട്ടും മായയിൽപ്പെട്ട് തെറ്റ് ചെയ്യുന്നവരോട് കാരുണ്യം കാണിക്കണേ എന്നൊരു അപേക്ഷയാണ് ഇവിടെ, അഭ്യർത്ഥനയാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. അതാണ് യസ്മിൻ, ചില സാഹചര്യങ്ങളിൽ, യഥാ അത് എപ്പോഴാണോ, പുഷ്കരനാഭമായയാ. പുഷ്കരൻ എന്ന് വെച്ചാൽ ആ സാക്ഷാൽ പരമാത്മാവിൻ്റെ, ഭഗവാന്റെ നാഭമായയ, മായാശക്തിയിൽ ദുരന്തയാ, മറികടക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യന് മറികടക്കാൻ സാധിക്കാത്ത ആ ഭഗവാന്റെ പ്രകൃതിയുടെ മായാവൈഭവത്തിൽപ്പെട്ട് സ്പൃഷ്ടധിയഃ, യഥാർത്ഥ ബുദ്ധി, പ്രചോദിതമായ ബുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യർ, പൃഥഗ്ദൃശഃ, ആ ഭേദചിന്തയോടുകൂടി ചില സാഹചര്യങ്ങളിൽ ചില സമയത്ത് കുറുവന്തി, കർമ്മം ചെയ്തു, തെറ്റായ കർമ്മങ്ങളൊക്കെ ചെയ്തു, ആ മായയിൽപ്പെട്ട്, മായയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മനസ്സിൽ തോന്നുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ പ്രവർത്തിച്ചിട്ട് മനുഷ്യരറിയാതെ പ്രചോദിതമായ ബുദ്ധി നഷ്ടപ്പെട്ട് മനുഷ്യർ പലപ്പോഴും തെറ്റുകൾ ചെയ്യാം. ആ സമയത്ത് തത്ര, അവിടെ ഹി അനുകമ്പയാ കൃപ, അങ്ങ് അവരോട് അനുകമ്പ തോന്നിയിട്ട് അവരിലേക്ക് കരുണ ചൊരിയണമേ. എന്നിട്ട് പറയാണ് അവരെ എന്നാന്ന് വെച്ചാൽ ശിക്ഷിക്കരുത്. സാധവഹ എന്താ വെച്ചാൽ സാധുക്കളായ അവർ ദൈവബലാത് കൃതേ ക്രമം, അതായത് വിധിവശാൽ, അതായത് മായയിൽപ്പെട്ട് വിധിവശാൽ അവർ ചെയ്തു പോകുന്നതാണ് ഈ അപരാധം. ഇതൊന്നും അവരുടെ കഴിവുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. മായയിൽപ്പെട്ട്
അജ്ഞത കൊണ്ട് അവരങ്ങനെ, അപ്പോൾ ഒരു നിസ്സഹായത അവരിലുണ്ട്. ദക്ഷൻ ഉൾപ്പെടെയുള്ള തെറ്റു ചെയ്യുന്നവരിലൊക്കെ ഒരു നിസ്സഹായതയുണ്ട്. അവരുടെ മനസ്സിൽ അത് ശരിയാണ് എന്ന് തോന്നുന്നത് അവർ മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം മായയിൽ പെട്ട് അറിയാതെ ആ പ്രചോദിതമായ ബുദ്ധി നഷ്ടപ്പെട്ട് തെറ്റായ അപരാധങ്ങൾ ചെയ്തു കൂട്ടുന്ന സാധുക്കളായ മനുഷ്യരോട് അങ്ങ് ഒരല്പം കരുണ ചൊരിയണേ. അതായത് അവരോട് അനുകമ്പയുണ്ടാവണേ എന്ന് ബ്രഹ്മാവ് യാചിക്കുകയാണ്. കാരണം ദേവന്മാരാണല്ലോ അവരെയൊക്കെ അതിൽ നിന്നും തിരിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. അപ്പോൾ പ്രകൃതി നിശ്ചയമാണ് ഇവിടെ നടക്കുന്നത് എങ്കിൽ പോലും നമ്മളെപ്പോഴും പറയാറില്ലേ, ചില നാമങ്ങൾ ചില മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ എന്താ പറയുക, കർമ്മഫലത്തിൻ്റെ ശക്തി കുറയുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് അനുഭവിക്കാനുള്ള ആ ഒരു ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്താ പറയുക, വലിയൊരു ആപത്ത് വരേണ്ടത് ചെറുതായിട്ട് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതെന്താണെന്ന് വെച്ചാൽ അവൻ അനുഭവിക്കേണ്ടതായ കർമ്മഫലത്തെ അവൻ അനുഭവിക്കണം. പക്ഷേ ഈശ്വര ആരാധന കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ആ സമർപ്പിതമായ ഭക്തി കൊണ്ട് അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ സാധിക്കും. കാരണം അവിടെ ദേവന്മാർ അതിനെ ഏറ്റുവാങ്ങാണ്. ഇവരുടെ കർമ്മഫലത്തിൻ്റെ പങ്ക് ദേവന്മാർ ഏറ്റുവാങ്ങിയിട്ട് അവർക്ക് അതിൻ്റെ കാഠിന്യം കുറച്ചു കൊടുക്കും. അതിന് വേണ്ടത് നിർമ്മലമായ നമ്മുടെ പ്രാർത്ഥനയും നാമജപവും ഭക്തിയുമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങ് ഇവർ ദക്ഷൻ ഉൾപ്പെടെ ഈ തെറ്റ് ചെയ്യുന്നവർ അവരറിയാതെ ചെയ്തു പോകുന്നതാണത്. ആ മായയിൽപ്പെട്ട് ബുദ്ധി നഷ്ടപ്പെട്ട്, നല്ല ബുദ്ധി നഷ്ടപ്പെട്ട് അറിയാതെ വിധിവശാൽ അങ്ങനെ ആയി പോകുന്നതാ. അപ്പോൾ അങ്ങനെയുള്ള സാധുക്കളോട് അങ്ങ് അനുകമ്പ കാണിച്ച് അവരിലേക്ക് കരുണ ചൊരിയണേ. അപ്പോൾ അവരുടെ കർമ്മപ്രാരാബ്ദങ്ങളുടെ കാഠിന്യം കുറച്ച് അവരങ്ങ് രക്ഷിച്ചു കൊണ്ടുവരണേ എന്ന് ആവശ്യപ്പെടുകയാണ് ബ്രഹ്മാവ്. ശ്ലോകം 49. ഭവാൻ തു പുംസഃ പരമസ്യ മായയാ ദുരന്തയാ അസ്പൃഷ്ടമതിഃ സമസ്തദൃക് തയാ ഹത ആത്മനസു അനുകർമ്മചേതസ സ്വ അനുഗ്രഹം ഇങ്ങനെ തന്നെയല്ലേ, ഹദാത്മസു അനുകർമ്മ ചേതസ അനുഗ്രഹം കർത്തും ഇഹ അർഹസി പ്രഭോ. ഭവാൻ തു പുംസഃ പരമസ്യ മായയാ ദുരന്തയാ അസ്പൃഷ്ടമതിഃ സമസ്തദൃക് തയാ ഹദാത്മസു അനുകർമ്മ ചേതസ അനുഗ്രഹം കർത്തും ഇഹ അർഹസി പ്രഭോ. ഭവാൻ തു അങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുംസഃ പരമസ്യ, അങ്ങ് പരമപുരുഷനാണ്. മായയാ ദുരന്തയാ, ഭയാനകമായ അല്ലെങ്കിൽ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ആ മായയിൽ അസ്പൃഷ്ടമതി, ആ മായ അസ്പൃഷ്ടമതി എന്ന് വെച്ചാൽ ബാധിക്കാത്ത ബുദ്ധി മനസ്സുമുള്ളവനാണ് അങ്ങ്. സമസ്തദൃക്, എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അങ്ങ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അങ്ങ്. അതുപോലെ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ആ മായയുടെ സ്വാധീനം, മായയിൽ പെടാത്ത ബുദ്ധി, അസ്പൃഷ്ടമതി, മായയിൽ പെടാത്ത ബുദ്ധിയുള്ള പരമപുരുഷനാണ് അങ്ങ്. ആയതിനാൽ തയാ, അതേ മായാശക്തിയിൽപ്പെട്ട് ഹദാത്മസു, ബുദ്ധി നശിച്ചു പോയിട്ടുള്ളവരോട് അനുകർമ്മചേതസ, അതായത് അവരോട് ഒരു അനുകർമ്മചേതസ എന്ന് വെച്ചാൽ ഒരു അനുകർമ്മ ചേതസ, അതായത് കർമ്മത്തിനോട് ആസക്തിയുള്ള ഹൃദയമുള്ളവർക്ക്, അതായത് ഓരോന്ന് ആഗ്രഹിച്ച് ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്ന മനസ്സുള്ള ആളുകളോട് ഹദാത്മസു, മായയിൽപ്പെട്ട് നല്ല ബുദ്ധി, പ്രചോദിതമായ ബുദ്ധി നഷ്ടപ്പെട്ടവരോട് അവരെ അങ്ങ് അനുഗ്രഹം കർത്തും, അവരെ അങ്ങ് അനുഗ്രഹിക്കണം. ഇഹ അർഹസി പ്രഭോ, അതിന് അങ്ങ് അർഹനാണ് പ്രഭോ എന്ന് ബ്രഹ്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അങ്ങ് ആ മായയിൽ പെടുന്നില്ല, പരമപുരുഷനാണ് അങ്ങ്, മായയുടെ പ്രഭാവത്തിൽ അങ്ങ് പെടുന്നില്ല. മാത്രമല്ല ഇവിടെ നടക്കുന്നതെല്ലാം അങ്ങ് കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മായയുടെ വലയത്തിൽ പെട്ടുപോയി ബുദ്ധി നഷ്ടപ്പെട്ട് ഫലേച്ഛ കർമ്മങ്ങൾ ചെയ്ത് ദുഃഖിക്കുന്ന മനുഷ്യരെ, അവരോട് അങ്ങ് കാരുണ്യം കാണിക്കണം, അവരെ അനുഗ്രഹിക്കണം, അതിനങ്ങ് അർഹനാണ് എന്ന് ബ്രഹ്മാവ് മഹാദേവനെ ഇങ്ങനെ എന്താ പറയുക, പ്രചോദിപ്പിക്കുകയാണ്. അതായത് അങ്ങ് ആദ്യം തന്നെ അങ്ങ് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങ് തന്നെയാണ് ഈ യജ്ഞത്തെ ഭംഗിയായി കൊണ്ടുപോകേണ്ടത്. എല്ലാ കാര്യങ്ങളും, ഈ യജ്ഞം നടക്കാൻ തീരുമാനിക്കുന്നത് അങ്ങ് തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്,
അവരോട് ഈ മായയിൽപ്പെട്ട് തെറ്റ് ചെയ്യുന്നവരോട് അങ്ങ് കരുണ കാണിക്കണം, അങ്ങക്ക് അനുകമ്പയുണ്ടാവണം. ഇപ്പം ശിക്ഷിച്ചല്ലോ, ഭഗവാന്റെ കോപത്തിൽ നിന്ന് വന്ന എന്താ പറയുക, വീരഭദ്രസ്വാമികൾ പോയിട്ട് കുറേ പേരെ ശിക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ദക്ഷനെ വധിച്ചു, അതുപോലെ കുറേ ദേവന്മാർക്കൊക്കെ ഭൃഗു മഹർഷിയുടെ താടി നശിപ്പിച്ചു, അങ്ങനെ കുറേ പേർക്ക് ശിക്ഷ കൊടുത്തിരുന്നല്ലോ. അപ്പം അതൊക്കെ അങ്ങ് തിരിച്ച് ഇല്ലാതാക്കി അവരെയൊക്കെ അനുഗ്രഹിച്ചു. കാരണം അവരൊക്കെ മായയിൽ പെട്ടിട്ടാണ്, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കി അങ്ങ് അതിനെയൊക്കെ തിരിച്ചെടുക്കണേ എന്നാണ് ബ്രഹ്മാവ് അഭ്യർത്ഥിക്കുന്നത്. ശ്ലോകം 50. കുരു അധ്വരസ്യ ഉദ്ധരണം ഹതസ്യ ഭോ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേഃ ന യത്ര ഭാഗം തവ ഭാഗിനഃ ദദു കുയജ്വിനഃ യേന മഖോ നിനീയതേ. കുരു അധ്വരസ്യ ഉദ്ധരണം. കുരു എന്ന് വെച്ചാൽ അങ്ങ് ചെയ്താലും, അധ്വരസ്യ ആ യജ്ഞത്തെ, ഉദ്ധരണം പുനരുദ്ധാരണം, ഹതസ്യ ഭോ എന്ന് വെച്ചാൽ ഓ അല്ലയോ, മനോ എന്ന് വെച്ചാൽ മഹാദേവ, ത്വയാ അങ്ങയാൽ ഹതസ്യ വധിക്കപ്പെട്ട, പ്രജാപതി ആ ദക്ഷന്റെ, അസമാപ്തസ്യ പൂർത്തിയാകാത്ത, അധ്വരസ്യ ആ യജ്ഞത്തെ, ആ യജ്ഞ മഹോത്സവത്തെ അങ്ങ് തന്നെ ഉദ്ധരണം പുനരുദ്ധാരണം കുരു ചെയ്താലും എന്ന്. അപ്പോൾ അങ്ങ് അല്ലയോ മഹാദേവ, അങ്ങയാൽ വധിക്കപ്പെട്ട, ആ വീരഭദ്രസ്വാമിയാൽ വധിക്കപ്പെട്ട ആ ദക്ഷപ്രജാപതി തുടങ്ങി വെച്ചിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത, അതാണ് അസമാപ്തസ്യ, പൂർത്തിയാക്കാൻ പറ്റാത്ത ആ യജ്ഞ മഹോത്സവം എന്ന ആ ഒരു കർമ്മം, ആ ഉദ്യമം, അത് അങ്ങ് തന്നെ വീണ്ടും പുനരുദ്ധാരണം ചെയ്താലും എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ഈ കുയജ്വിനഹ എന്ന് വെച്ചാൽ ഈ അറിവില്ലാത്ത ബ്രാഹ്മണന്മാർക്ക് അറിയില്ല അങ്ങ് ആരാണെന്ന്. ഏന ആരെ, മഗഹ നിനീയതേ, ആരെ നിനീയതേന്ന് വെച്ചാൽ പൂർണ്ണമാവില്ല, മഗഹ എന്ന് വെച്ചാൽ യജ്ഞം, ഏതൊരാളില്ലെങ്കിൽ ആ യജ്ഞം പൂർത്തിയാവില്ല എന്ന് അവരറിയുന്നില്ല എന്ന്. ഏതൊരാൾ എന്ന് വെച്ചാൽ ഇവിടെ മഹാദേവനെ, അങ്ങയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് ആ യജ്ഞത്തിൻ്റെ വിഹിതം സ്വീകരിച്ചില്ലെങ്കിൽ, അങ്ങയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ആ യജ്ഞം മംഗളകരമായി പൂർത്തിയാവില്ല എന്ന് അറിയാത്ത കുയജ്വിനഹ, അറിവില്ലാത്ത ഈ പുരോഹിതന്മാര്, എന്ന് വെച്ചാൽ തന്നില്ല എന്ന്, യത്ര ആ യജ്ഞത്തിൽ, ഭാഗം തവ അങ്ങയുടെ ഭാഗത്തെ, ഭാഗിനഹ ആ യജ്ഞത്തിൻ്റെ ഭാഗത്തിൽ, അങ്ങയുടെ ഓഹരിയെ ദദു അവർ ദദു എന്ന് വെച്ചാൽ നൽകിയില്ല എന്ന്. അറിവില്ലായ്മ കൊണ്ട് ഈ ബ്രാഹ്മണന്മാർ മായയിൽപ്പെട്ടിട്ട് അവർ ആ യജ്ഞ മഹോത്സവം നടക്കുമ്പോൾ അതിൽ അങ്ങയ്ക്ക് അർഹതപ്പെട്ട യജ്ഞഭാഗത്തെ നൽകാതെ അങ്ങയെ മാറ്റി നിർത്തി. അവരറിയണില്ല, അങ്ങില്ലെങ്കിൽ, അങ്ങയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈ യജ്ഞം പൂർണ്ണമാവില്ല എന്ന് അവരറിഞ്ഞിരുന്നില്ല. അത് മായ കൊണ്ട് മറയ്ക്കപ്പെട്ട ബുദ്ധിയാലാണ് ആ സാധുക്കൾ അങ്ങനെ ചെയ്തു പോയത്. അതുകൊണ്ട് മായയിൽ പെടാതെ നിർമുക്തനായി നിൽക്കുന്ന അങ്ങ് മായയിൽ പെട്ടുഴലുന്ന ോട് സഹതാപവും അനുകമ്പയും കാണിച്ച് കരുണ ചൊരിയണേ. എന്നിട്ട് തടസ്സപ്പെട്ട യജ്ഞം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു മംഗളകർമ്മമാണ്. അതുകൊണ്ട് ഈ യജ്ഞത്തിനെയൊക്കെ സൃഷ്ടിച്ച അങ്ങ് തടസ്സപ്പെട്ടു പോയ ഈ യജ്ഞ മഹോത്സവത്തെ പുനരുദ്ധാരണം ചെയ്ത് ഇതിനെ ഭംഗിയായി പൂർത്തീകരിക്കണേ എന്ന് ബ്രഹ്മാവ് ആവശ്യപ്പെടുകയാണ്. ശ്ലോകം 51 ജീവതാത് യജമാനഃ അയം പ്രപദ്യേത അക്ഷിണീ ഭഗഃ ഭൃഗോഃ ശ്മശ്രുണി രോഹന്തു പുഷ്ണോ ദന്തഃ ച പൂർവവത്. ജീവതാത് എന്നിട്ട് ജീവൻ നൽകണം. യജമാനഃ അയം ഈ യജ്ഞത്തിൻ്റെ യജമാനനായ ദക്ഷന് അങ്ങ് തിരിച്ച് ജീവൻ നൽകണം. പിന്നെ ഭഗന് അക്ഷിണി കണ്ണുകളെ പ്രപദ്യേത തിരിച്ചു നൽകണം. ഭഗന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ കണ്ണുകളെ തിരിച്ചു നൽകണം. ഭൃഗു മഹർഷിയുടെ ശ്മശ്രുണി എന്ന് വെച്ചാൽ ആ താടി, രോഹന്തു വീണ്ടും വളരണം. ഇനി പുഷ്ണൻ എന്ന ദേവന്റെ ദന്താശ്ച ആ പല്ലുകളെ പൂർവവത് പഴയ പോലെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിച്ച, ദക്ഷന് ജീവൻ തിരിച്ചു നൽകണം, ഭഗന് ആ കണ്ണുകൾ തിരിച്ചു കൊടുക്കണം, ഭൃഗു മഹർഷിയുടെ താടി വീണ്ടും വളരണം, പുഷ്ണൻ എന്ന ദേവന്റെ പല്ലുകൾ അങ്ങ് പഴയ പോലെ തന്നെ അങ്ങ് തിരിച്ചു നൽകിയാലും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരോട് കരുണ ചൊരിഞ്ഞ് അങ്ങ് അത് ചെയ്യണേ എന്ന്.
അവരനുഭവിച്ചത് ഈ ശിക്ഷകളൊക്കെ പ്രകൃതി നിശ്ചയമാണ്. അവർ ചെയ്ത തെറ്റിൻ്റെ അവരനുഭവിച്ചു. പക്ഷെ അങ്ങ് അവരോട് കരുണയുള്ളവനായിട്ട് അവർക്ക് ആ എല്ലാം നഷ്ടപ്പെട്ടതൊക്കെ അങ്ങ് തിരിച്ചു നൽകി ആ ഒരു തടസ്സപ്പെട്ട യജ്ഞത്തെ പൂർത്തീകരിക്കണേ എന്ന് ആവശ്യപ്പെടുകയാണ്. ശ്ലോകം 52 കഴിഞ്ഞിട്ടില്ല. ദേവാനാം ഭഗ്നനേത്രാണാം, ദേവന്മാരെ ശരീരം ഒക്കെ ഭഗ്നഗാത്രാണാം, ശരീരമൊക്കെ മുറിവേറ്റ ദേവന്മാർക്ക്, ഋത്വിജാം അതായത് ബ്രാഹ്മണന്മാർക്ക്, ച ആയുധ അശ്മഭിഹി അങ്ങയുടെ വീരഭദ്രസ്വാമികളുടെ കയ്യിലെ ഭൂതഗണങ്ങളുടെയൊക്കെ കയ്യിലെ ആയുധങ്ങളാലും, അശ്മഭി എന്ന് വെച്ചാൽ വലിയ വലിയ കല്ലുകളാലും ഒക്കെയുള്ള ഏറുകൊണ്ടിട്ട് മുറിവേറ്റ് ദേവന്മാരുടെയൊക്കെ ശരീരത്തിൽ, പുരോഹിതന്മാരുടെയൊക്കെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റിരുന്നു. അതിനെയൊക്കെ ഭവദനുഗ്രഹീതാനാം അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടി ആശു വളരെ പെട്ടെന്ന് തന്നെ മന്യോ അസ്തു അനാതുരം, മന്യോ എന്ന് വെച്ചാൽ അല്ലയോ മഹാദേവ, അസ്തു എന്ന് വെച്ചാൽ സംഭവിക്കട്ടെ, അനാതുരം എന്ന് വെച്ചാൽ മുറിവുകൾ ഭേദമാകൽ, മുറിവുകളൊക്കെ മാറി അവരൊക്കെ നല്ല പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന്. അപ്പം അങ്ങയുടെ ഭൂതഗണങ്ങളുടെയും വീരഭദ്രസ്വാമികളുടെയും കയ്യിലുണ്ടായിരുന്ന ശൂലവും ആയുധങ്ങളും കല്ലുകൾ കൊണ്ടുള്ള ഏറു കൊണ്ടിട്ട് ദേവന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയൊക്കെ ശരീരത്തിലേറ്റ മുറിവുകൾ അങ്ങയുടെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് അതൊക്കെ മാറി അവരൊക്കെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. ശ്ലോകം 53 യേഷതേ രുദ്ര ഭാഗഃ അസ്തു യദുച്ഛിഷ്ടഃ അധ്വരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. എന്നിട്ട് ബ്രഹ്മാവ് അവിടെ വെച്ച് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഒരു ആജ്ഞാരൂപത്തിൽ തന്നെ അവിടെ ഒരു പ്രതിജ്ഞ അവിടെ എടുക്കുകയാണ്. ഇനി അത് ആരാലും തെറ്റിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരു സത്യം, ഒരു പ്രതിജ്ഞ, ഒരു ആജ്ഞാരൂപത്തിൽ ബ്രഹ്മദേവൻ പറയുകയാണ് കേട്ടോ. ഏഷതേ അതായത് ഇനി ഇതേ അങ്ങയ്ക്ക്, അങ്ങയുടെ രുദ്ര അല്ലയോ മഹാദേവ, ഭാഗഃ അസ്തു ഭാഗമായി ഭവിക്കട്ടെ, യത് ഉച്ഛിഷ്ടം ഏതാണോ ഉച്ഛിഷ്ടമായി വരുന്നത്, അധ്വരസ്യ വൈ ഈ ലോകത്ത് എവിടെയെങ്കിലൊക്കെ ഒരു യജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ ആ യജ്ഞത്തിൻ്റെ അവശിഷ്ടമായിട്ട് വരുന്ന അതിൻ്റെ യജ്ഞഭാഗം പൂർണ്ണമായും ഇനി അങ്ങേക്കുള്ളതായി ഭവിക്കട്ടെ എന്ന് ഒരു പ്രതിജ്ഞ പോലെ ബ്രഹ്മാവ് അവിടെ വെച്ച് പറയുകയാണ്. യജ്ഞഹാത്തേ അതായത് യജ്ഞം, തേ എന്ന് വെച്ചാൽ അങ്ങയുടെ, രുദ്രഭാഗേന രുദ്ര എന്ന് വെച്ചാൽ അല്ലയോ രുദ്ര അല്ലയോ ഭഗവാനെ, ഭാഗേന എന്ന് വെച്ചാൽ ഭാഗത്താൽ ആ യജ്ഞം ഇനി അങ്ങേക്ക് ആ യജ്ഞത്തിൽ അങ്ങേക്ക് ലഭിക്കേണ്ട ഭാഗം എന്താണോ അത് തീർച്ചയായും അങ്ങേക്ക് തന്നെ, അങ്ങയുടെ ഭാഗമായി തന്നെ ഭവിക്കട്ടെ. പൂർണ്ണമായും ആ ഉച്ഛിഷ്ടം അങ്ങേക്ക് ലഭിക്കാനുള്ള ഭാഗം അങ്ങേക്ക് തന്നെ നൽകണം. അതല്ലാതെ ഇനി അങ്ങയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു യജ്ഞങ്ങളും ഇവിടെ സംഭവിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പറയാണ്. കൽപ്പതാം അദ്യ യജ്ഞഹൻ, യജ്ഞഹൻ എന്ന് വെച്ചാൽ യജ്ഞത്തെ ഹനിക്കാൻ കഴിവുള്ളവൻ. അതായത് ഭഗവാൻ മഹാദേവൻ വിചാരിച്ചാൽ ആണ് യജ്ഞം ഭംഗിയായി പൂർത്തിയാവുകയുള്ളൂ, ആ യജ്ഞം നശിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പം യജ്ഞത്തെ നടത്താനും നശിപ്പിക്കാനും കഴിവുള്ളവൻ എന്നർത്ഥത്തിൽ യജ്ഞഹൻ. അങ്ങനെയുള്ള അങ്ങ് തന്നെ അദ്യ ഇന്ന് ഇപ്പോൾ കൽപ്പതാം ഈ യജ്ഞം വീണ്ടും ആരംഭിച്ച് പൂർത്തിയാക്കി തന്നാലും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഏതൊരു യജ്ഞത്തിൽ അങ്ങേക്ക് കിട്ടാനുള്ള ഓഹരി എന്താണോ, ആ യജ്ഞത്തിൻ്റെ അവശിഷ്ടമായിട്ട് വരുന്ന ആ ഓഹരി അത് തീർച്ചയായും അങ്ങയുടെ ഭാഗമായി ഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യജ്ഞത്തെ നടത്താനും അങ്ങയുടെ അനുഗ്രഹം വേണം, യജ്ഞം നശിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു യജ്ഞം ഇവിടെ പൂർണ്ണമാവുകയില്ല. ഇത് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ് അതൊരു പ്രതിജ്ഞയായിട്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ട് പറയാണ്, അല്ലയോ മഹാദേവ ഇനി ഈ ഒരു യജ്ഞ മഹോത്സവത്തെ അങ്ങ് മംഗളകരമായി പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കും ഈ ഒരു അധ്യായം, 6ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അപ്പം ബ്രഹ്മാവ് മഹാദേവനെ, ദേവന്മാർക്ക് പറയാൻ ഒരു ഭയമുണ്ട്, അപ്പോൾ അവർക്കെല്ലാവർക്കും പറയാനുള്ളതും കൂടി ബ്രഹ്മദേവനാണ് മഹാദേവനെ അറിയിച്ചത് മറ്റൊന്നുമല്ല. അവിടെ നിന്ന് പോരുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിരുന്നു ദേവന്മാരോട്, ഈ ഒരു ഭയമോ മഹാദേവനെ സമീപിക്കേണ്ടത് ഈ ഒരു ഭയം കൊണ്ടല്ല, മഹാദേവന് കോപം വന്നു യജ്ഞം നശിപ്പിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ പ്രകൃതി നിശ്ചയമാണ്, പ്രകൃതിയാണ് ഇതിനെ ചലിപ്പിക്കുന്നത്, പ്രകൃതിയാണ് ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്നത്.
ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ദേവന്മാരെ കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് ബ്രഹ്മാവ് തീർച്ചയായിട്ടും അങ്ങ് ആരാണ് എന്ന സത്യം ഞങ്ങൾ അറിയുന്നു, അങ്ങയുടെ കോപം കൊണ്ടൊന്നുമല്ല ഇവിടെ ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത്, ഞങ്ങൾ ഇത്രയും ദേവന്മാർക്കൊക്കെ മുറിവേറ്റത്, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്, ഇത് ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളും മനസ്സിലാക്കുന്നു എന്ന് മഹാദേവനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഭഗവാനോട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഈ ഒരു യജ്ഞം ഭംഗിയായി പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണേ എന്ന അഭ്യർത്ഥനയും കൂടി പറയുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച.